ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ പലഹാരം പൊറോട്ടയാണ് കേട്ടോ. എന്നും പൊറോട്ട അല്ല, ഇപ്പം ഇന്ന് പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കടലക്കറിയാണ്. പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ അയിലമീനും സൂതമീനൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ വീഡിയോ അല്ല കേട്ടോ, നമ്മളെ മീൻ കറി എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, പച്ചമുളക്, തക്കാളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവയൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഒരു പകുതി സവാളയാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, പിന്നെ പച്ചമുളകും തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ കറിക്ക് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്നിട്ട് ഇടുന്നത് തന്നെ നല്ലത്. പക്ഷെ തക്കാളി കുറച്ച് വലുതായിട്ട് മുറിച്ചിട്ടാൽ ആ തക്കാളി എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ കറിക്ക്. അല്ലാത്ത കറിക്കൊക്കെ ഞാൻ നല്ല നൈസായിട്ട് തന്നെ തക്കാളി അരിഞ്ഞിടും. പിന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മുളകും പൊടി നമ്മൾ ഈ കറിക്ക് ചേർക്കണേയില്ല. കുടംപുളി വെള്ളത്തിലിട്ടതും പിന്നെ കറിക്ക് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം. ഉപ്പൊക്കെ പിന്നെ വെന്ത് വരുമ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളെ കറി തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ 2 അയിലയുണ്ട്, കുറച്ച് സൂതമീൻ്റെ ഇവിടുത്തെ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല പീസൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ അങ്ങനെയല്ലേ. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചതാട്ടോ. അതിൽ വലിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇലയും കൂട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് വറുത്തെടുത്തതാണ്. നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ വറുക്കൂലേ അതേപോലെ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവിന് നമ്മൾ ആ പച്ചമുളക് 4 കുറച്ച് കുരുമുളകും മാത്രമേ ഉള്ളൂ. ഈ കറിക്ക് തേങ്ങ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ തേങ്ങ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ തേങ്ങയൊക്കെ നല്ല വിലയല്ലേ അല്ലേ. അപ്പോൾ നമ്മൾക്ക് കൊതിയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം തോന്നുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പുളി കൂടുതലാണെങ്കിൽ നമുക്ക് കുടംപുളി കുറച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അടുത്ത് കറി വെക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുത്താലും ഒന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇടുന്ന പാത്രത്തിലിട്ട് വെച്ചാലും മതി കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയും ഉലുവയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് താളിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മേലെ നമ്മൾ താളിച്ച് വയ്ക്കുമ്പോൾ ഈ കറിക്ക് ഇതിൽ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ടാൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ മീൻ കറിയുടെ കളറാവും കേട്ടോ. ഇതിപ്പോൾ അങ്ങനത്തെ കളറല്ല. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നമ്മളെ മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുതേ. പിന്നെ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പത്തിരിക്ക്, പൊറോട്ടക്ക്, അപ്പത്തിന് എന്നല്ല എല്ലാത്തിനും പറ്റിയ കറി കേട്ടോ. അപ്പോൾ ഞാൻ സോയാബീൻ വരട്ടാന്ന് കരുതിയപ്പോഴാണ് രാവിലെ കടല വെള്ളത്തിലിട്ടത് കുറച്ച് കൂടുതലായി പോയിട്ടോ. അപ്പോൾ രണ്ടും കൂടി വെച്ചിട്ട് നമുക്കൊരു ഉപ്പേരിയില്ലെന്ന്, അപ്പോൾ കടല വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് വലിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇത്രയും പൊടികളും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നതും സോയാബീൻ ഇട്ട് കൊടുക്കുന്നതും അപ്പോൾ വീഡിയോ ഓഫായിരുന്നു കേട്ടോ, സോറി. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചാൻ പറ്റില്ല എത്രയാണ് ഇട്ട് കൊടുത്തതെന്ന്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ സോയാബീൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കുക. കടലയിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെറുതെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. കടല വേവിക്കാതെ ഇട്ടപ്പോൾ അങ്ങനെ വേകൂലല്ലോ അല്ലേ. കുട്ടികൾക്കൊന്നും ഇത് അത്രയൊന്നും ഇതാവില്ല. അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് എപ്പോഴും കടലയൊക്കെ കിട്ടുന്നതല്ലേ. എന്നാലും നമ്മൾക്കിപ്പോൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ്ടേ. കുട്ടികളോട് എന്താ കറി സ്കൂളിൽ എന്ന് ചോദിച്ചാൽ പറയും ഇങ്ങനെ കടല വരട്ടിയത്, സോയാബീൻ വരട്ടിയത് എന്നൊക്കെ പറയട്ടോ. അതുകൊണ്ട് അവർക്കത് പുതുമയൊന്നുമില്ല. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ.
നല്ല ടേസ്റ്റാട്ടോ. സോയാബീൻ്റെ കുത്തൊന്നും ഇതിനില്ല. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചോറിന് കഴിക്കാനും കഞ്ഞിക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കടലയും സോയാബീനും കൂടി വരട്ടിയെടുത്താൽ. അപ്പം ഞാൻ ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കണവരാണെങ്കിൽ അതിനും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം ഇങ്ങനെ വെറുതെ കറി ഇല്ലാതെ ഇങ്ങനെ വരട്ടിയത് കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നത്തെ 2 വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങളെ കമൻ്റായിട്ട് അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.